ഹലോ ഗൈസ്, വെൽക്കം ടു കിക്ക് ആൻഡ് സ്ട്രൈക്ക്. ഇന്ന് നമുക്ക് വുഡൻ ബഞ്ചൊക്കെ കൊണ്ട് ടാർഗറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതുവരെ കൂടുതൽ എയറിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമുക്ക് ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെ നെഞ്ചൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കാം, നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെങ്ങനെ വരുന്നു അതൊക്കെ നോക്കാം. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്നാലും ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം. അവിടെ അപ്പോൾ എൻ്റെ കയ്യിലൊരു വുഡൻ നെഞ്ചക്കാണുള്ളത്, വുഡൻ നെഞ്ചക്ക്. പിന്നെ ഞാനിവിടെ ഗ്ലാസ്സിൽ ഒരു പഞ്ചിങ് ബോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സക്ഷൻ കൊണ്ടുള്ള ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു 2-3 സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കൂടുതലും കഴിയുന്നത് നമ്മുടെ ബാറ്റിൻ്റെ ബാറ്റിൻ്റെ ബോട്ടം വശം കൊണ്ട് കഴിയുന്നത് ഈ ടു ദ എൻഡിൽ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ നെഞ്ചിക്ക് തെന്നി അടിച്ചിട്ട് ഇങ്ങനെ തെന്നിയും വരും. അതൊന്നും നമ്മുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊള്ളും. അതേസമയം ഈ ബാറ്റൺ ഹോളായിട്ട് ഈ ടാർഗറ്റിൽ അടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് തെന്നി വരുന്നതിന് പകരം ഇത് ഇങ്ങോട്ട് ബൗൺസ് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ കയ്യിൽ വന്ന് കൊള്ളാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അടിയുടെ പവർ അനുസരിച്ച് നമുക്കും തിരിച്ചു വന്ന് അടി കൊള്ളാൻ സാധ്യതയുണ്ട്. സോ അതാണ് നമുക്ക് നോക്കാം. അതൊരു അഡ്വാൻറ്റേജുമാണ്, അതൊരു ഡിസഡ്വാൻറ്റേജാണ് നെഞ്ചിൽ. അതായത് നമ്മൾ ഇത് ഇങ്ങനെ കറക്കി നമുക്ക് തിരിച്ച് കുറേ കയ്യിലേക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്ട്രിങ് ഉള്ളതുകൊണ്ടാണ്, മനസ്സിലായി. അപ്പം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം അത് ചില സമയത്ത് നമുക്ക് അടിച്ചു കഴിയുമ്പോൾ അത് തിരിച്ച് കറക്റ്റായിട്ട് ഒന്നൊന്നും വരത്തില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. We got the target here. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, എൻ്റെ ലാസ്റ്റ് അടിയിൽ അത് പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഇച്ചിരി കൂടി കയറിയാണ് കൊണ്ടത്. അതുകൊണ്ടാണ് അത് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമ്മളതേ സമയം ഇവിടെയാണ് അടിക്കുന്നതെങ്കിൽ അതങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അടി കൊടുക്കാനും ബാറ്റൺ തിരിച്ച് നമ്മുടെ നെഞ്ചയ്ക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ വരാൻ സാധ്യത. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം എൻ്റെ കൈയുടെ ഇവിടെ കൊണ്ടു, നല്ല വേദനയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫോം നെഞ്ചിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 2, നമ്മൾ ഒരു ഗ്ലൗസ് ഇടുക. ഈ സ്പാരിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്പാരിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൗസ്, അതായത് ഇവിടെ ഫോമുള്ള ഗ്ലൗസ്, അകത്ത് പ്ലെയിൻ ആയിരിക്കും, നമുക്ക് നെഞ്ചിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വന്ന് റീബൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ അടിച്ച് വേദന ഉണ്ടാകത്തില്ല. ഓക്കെ, ഇതിപ്പോൾ തടി ആയതുകൊണ്ട് കുറച്ച് നേരം വേദനയാണ്, അത് കഴിയുമ്പോൾ മാറും. ഓക്കെ, ബട്ട് വേദന ഉണ്ടെന്ന് വെച്ച് നമ്മൾ പ്രാക്ടീസ് നിർത്തരുത്, വീണ്ടും ചെയ്യുക. കുറച്ചടിയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് അടി കൊള്ളാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പഠിക്കാൻ പറ്റും. എന്നാലും ഇടയ്ക്കൊക്കെ അടിയൊക്കെ ഉള്ളൂ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. പതുക്കെ ചെയ്യാം. ഇപ്പം ഇത് ഞാൻ അറ്റാക്ക് ചെയ്തു, ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് ബാക്കിൽ ക്യാച്ച് ചെയ്തു, ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് ബാക്കിൽ ക്യാച്ച് ചെയ്തു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ മണ്ടയ്ക്കോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തരം സ്ട്രൈക്കാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് നേരെ മണ്ടയ്ക്കോട്ട് സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ബേസിക് ക്യാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇതായിട്ട് നമുക്ക് തൊട്ട്, അതായത് ഒന്നുകൂടെ കാര്യം 1, പിന്നെ ബാക്കിൽ ക്യാച്ച് ചെയ്യുന്നു, ക്യാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് 2, പിന്നെ ഇവിടെ ക്യാച്ച് ചെയ്യുന്നു, വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ 3. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കിനി വീണ്ടും അടുത്ത അടി അടിക്കാം 4. അപ്പോൾ ഇവിടെ വരും, സൈഡിൽ വരുന്ന, അതായത് നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ഇവിടെ ഇത് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇടത്തൊക്കെ ഉണ്ടെന്നൊരു അടി അടിക്കുക, എന്നിട്ട് വീണ്ടും ഇവിടെ പിടിച്ച് ഇവിടുന്ന് കറക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 11, 12,
അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ നെഞ്ചിക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു സ്കില്ലാണ്, നല്ലൊരു സ്കില്ലാണ് നെഞ്ചിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊക്കെ ഷോ ഒക്കെ കാണിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രൈക്കിൻ്റെ കാര്യം വരുമ്പോൾ കുറച്ച് സീരിയസ് ആവും. അപ്പം നമുക്ക് നമ്മുടെ പല ടെക്നിക്സും നമുക്ക് ചിലപ്പം യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല. അവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില സ്ട്രൈക്ക് ടെക്നിക്സും ഹാൻഡ് ചേഞ്ചിങ് ടെക്നിക്സുമാണ് അവിടെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏതാണോ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് എങ്ങനെ പിടിക്കാൻ പറ്റും, അതൊക്കെ അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഒരു ടാർഗറ്റിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വളരുക. ഹാവ് എ വണ്ടർഫുൾ നെഞ്ചുക്ക് ഡേ. ബൈ ബൈ.